കാവ്യ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്? ചിക്കൻ്റെ കുറേ പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരുന്നിട്ട് വെറുതെ കാവ്യ ഒന്നും വിചാരിക്കേണ്ടെന്ന് ഓർത്ത് കഴിക്കുന്ന ഒരു ഫുഡ് വെച്ചാൽ അതിന് സ്ഥിര ടേസ്റ്റ് അല്ല. ഒരിക്കൽ സംഭവിച്ചത് പൊങ്കല്, അതിന് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഞാൻ കഴിയില്ല, ഈ നാളെ ഈ പൊങ്കൽ കിട്ടൂല, ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കുറയ്ക്കല്ലേ, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. ശരിയാ. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാ തരത്തിലും ഭക്ഷണം അവിടെ ഉണ്ടാക്കും. പണ്ടങ്ങനെ ഇല്ല, എന്തോ ചായയും പരിപാടി അങ്ങനെയൊക്കെ ഉള്ള ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിൽ അതിലോ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ 10-13 പേര്, ഞങ്ങൾ 1.5 വർഷം ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ലല്ലോ. ഞങ്ങൾ ഫാമിലി ഫുൾ ആൾക്കാരുണ്ട്, 13-14 പേരുണ്ടെന്ന്. കംപ്ലീറ്റ് ആൾക്കാർക്ക് അവൾ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കി, ഒരു ആരുടെ ഒരു ബർത്ത്ഡേയുടെ ദിവസം. നന്നായി ഉപ്പ് പറഞ്ഞത് പതുക്കെ പറഞ്ഞു, കാരണം ചിലപ്പോൾ നാളെ തൊട്ട് കഴിക്കണ്ട തരുന്നില്ല എന്ന് വെച്ചേടെ. ഏറ്റവും അവസാനമായിട്ട് ആർക്കാണ് സർപ്രൈസ് കൊടുത്തത്? സർപ്രൈസ് ഇടയ്ക്ക് വീട്ടിലൊക്കെ തന്നെ കൊടുക്കുന്നതാണ്. ഓർക്കപ്പുറത്ത് വരൂല്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് വരിക എന്നൊക്കെ പറയുന്ന സർപ്രൈസുകൾ പല സ്ഥലത്തും കൊടുക്കാറുണ്ട്. കാവ്യക്ക് ദിലീപേട്ടനിൽ ഏറ്റവും ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മളെല്ലാവരോടും നന്നായി പെരുമാറുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് എന്റെ ഭർത്താവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഹായ് നിങ്ങൾ എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഞാൻ പറയത്തില്ല. അതുണ്ട്, പക്ഷെ അതായിരിക്കില്ല, ദുഷ്ടതയാണ്. മനസ്സിന്റെ വലിപ്പമില്ലായിക. ഇനി എന്ത് കാര്യത്തിലാണ് വഴക്കുണ്ടാക്കണേ, അല്ലെങ്കിൽ എനിക്ക് കാര്യം ഇഷ്ടമല്ല കേട്ടോ ദിലീപേട്ട എന്ന് പറയുന്ന കാര്യം എന്താണ്? ഞാൻ മടിയനാണ്, പങ്ക്ച്വൽ അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത്ര സമയം, അതിന് മുമ്പ് ഒരാൾ വന്ന് കയറി അതെല്ലാം പൊളിക്കും. അവിടെ എല്ലായിടത്തും അതിനനുസരിച്ച് പോകും. അപ്പോൾ പറയും, ഇത് എന്തിനാ നേരത്തെ ഇറങ്ങിക്കൂടി? ഞാൻ പറഞ്ഞാൽ ഞാൻ 7 മണിക്ക് 9 മണിക്ക് ചെല്ലുന്ന സ്ഥലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു 8 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ പറയാം. 8 മണിക്ക് കണക്കാക്കി എന്തോ ഒരു ഗുരുത്വദോഷം തോറല്ലേ അത്. ആരെങ്കിലും വന്ന് കയറി അപ്പം നമ്മുടെ പ്രശ്നം. ഇയാൾ ഒഴിവാക്കാനും പറ്റാത്ത ഒരാളാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അല്ല ഇറങ്ങണം, പോകണം അല്ലേ, ഒരു കാര്യം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് 9 മണിയാവും. അപ്പം നമ്മൾ അവിടെ ചെല്ലേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കുഴപ്പം പറയാൻ പറ്റത്തില്ല. ഇനി കൂട്ടുകാർക്കിടയിലെ ദിലീപേട്ടന്റെ വട്ടപ്പേരെന്താണ്? ഇരട്ടപ്പേര്? കോളേജ് പഠിക്കുന്ന സമയത്ത് കോവാല. പക്ഷെ അങ്ങനെ ആരെങ്കിലും വിളിക്കോ? ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പലരും ദിലു അങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ് ഇനി നമ്മൾ മിമിക്രി ചെയ്ത് തുടങ്ങുന്ന സമയത്ത്. ദിലീപേട്ട, നമ്മൾ ഏറ്റവും ആദ്യം ഒരാളെ അനുകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് അവിടെ നിന്നാണല്ലോ തുടങ്ങുക. അപ്പൊ ദിലീപേട്ടൻ ഏറ്റവും ആദ്യം അനുകരിച്ച ആള്, അതിനുശേഷം കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അനുകരിച്ച ഒരാള്? ഇല്ല, ഞാൻ ആദ്യം അനുകരിച്ചത് ഒന്ന് സ്കൂളിലെ 2 സാറുമാരെ തന്നെയാണ്. എൻ്റെ അച്ഛനെ പഠിപ്പിച്ചൊരു സാറ് എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു.